ഫെലിക്സ് പ്രൊഡക്റ്റ് ഉണ്ട് ഇതുപോലെ സാധനങ്ങൾ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? 2014 ഞാൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ജോയിൻ ചെയ്യണത്. അപ്പോൾ ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് സംതിങ് എൽസ് നോ വൺ എൽസ് ഡൂയിങ്. അപ്പോ അങ്ങനെ ഫെലിക്സ് നോ വൺ എൽസ് ഡൂയിങ് എന്നൊക്കെ പറയുന്നത് അന്യാക്കണ്ടേ? അല്ല, അപ്പൊ ഐ വാണ്ട് ടു ലൈക്ക് ഡു സംതിങ് എക്സെപ്ഷണൽ ഇൻ മൈ ലൈഫ് ത്രൂ ഔട്ട് ദ തിങ്. അപ്പോ 2014 ഐ വാസ് ബിൽഡിംഗ് മൈ ഓൺ സ്റ്റാർട്ടപ്പ്. അന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടായിരുന്നില്ല, അന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉള്ള പരിപാടിയായിരുന്നു. ആൻഡ് വി വർ വൺ ഓഫ് ദ ടോപ്പ് ടീം സെലക്ടഡ് ബൈ കേരള ഗവൺമെന്റ് ആൻഡ് സ്റ്റാർട്ടപ്പ് വില്ലേജ്. എന്നിട്ട് വി വെന്റ് ടു മീറ്റ് ഉമ്മൻ ചാണ്ടി, അപ്പത്തെ CM, ആൻഡ് വി ഗോട്ട് ദിസ് സ്റ്റാർട്ടപ്പ് ബോക്സ് കിറ്റ്. അന്ന് മാക്ബുക്കും ഐഫോണും എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് വി യൂസ് ടു മേക്ക് സം ആപ്സ് ആൻഡ് ഓൾ വിത്ത് ദാറ്റ്. അപ്പൊ അന്നാണ് ദാറ്റ് വാസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് മൈ ലൈഫ് ഇൻ പ്രൊഡക്റ്റ്. ആ സമയത്താണ് നമ്മളും പരിചയപ്പെടുന്നത്. അതെ, അന്ന് ഇതൊരു എവിടുന്ന് ഒരു ഇമെയിൽ അയച്ച്. അതെ, അപ്പൊ ഞാൻ എവിടുന്നോ ആപ്പ് മേക്കറെ പറ്റി കേട്ടു, സിജോ ആപ്പ് മേക്കറെ പറ്റി കേട്ടു. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ DM ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനൊരു ബ്ലോഗ് എഴുതുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഫീച്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഐ ജസ്റ്റ് സെൻഡ് എ മെസ്സേജ്. ദാറ്റ്സ് ഹൗ ദ ജേർണി നമ്മളെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നിങ്ങളെ പറ്റി ഫസ്റ്റ് ബ്ലോഗ്, നിങ്ങളെ പറ്റിയ ബ്ലോഗ് എഴുതിയത്. ദെൻ ഈ പറഞ്ഞ പോലെ വി ഹാങ് ഔട്ട് മൾട്ടിപ്പിൾ ടൈംസ്. ആൻഡ് കൊച്ചിയിൽ യു ഹാവ് എൻ ഓഫീസ്. അപ്പൊ ഞാൻ കോളേജ് സമയത്ത് വീക്കെൻഡിലാണെങ്കിൽ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ട്രെയിൻ കയറിയിട്ട് കൊച്ചി വരും. എന്നിട്ട് ഐ യൂസ് ടു വർക്ക്, ഡിഡ് സം മാർക്കറ്റിംഗ്, ആൻഡ് ഐ ഗോ ബാക്ക്. ആൻഡ് മൺഡേ ക്ലാസ്സിൽ കയറും. അപ്പൊ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ലൈഫ് ഇൻ മൈ കോളേജ്. ആൻഡ് ഇവൻച്വലി ഐ വാസ് ഏബിൾ ടു വർക്ക് വിത്ത് യു ഗൈസ്. കോളേജ് കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് ജോബും ആപ്പ് മേക്കറിൽ തന്നെയായിരുന്നു. സോ ദാറ്റ് വാസ് മൈ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇൻ ബിറ്റ്വീൻ ഈ പറഞ്ഞ ഐ വാസ് റിയലി I was seeing something was coming up. കേരളത്തിൽ നിന്ന് കൂടുതൽ പ്രൊഡക്ഷൻ വരുന്നുണ്ട് compared to any other states, and no one was talking about it. There was no community to discuss all these things. എല്ലാവരും ഈ ഫണ്ടിങ് മാത്രമാണ്, and there was no one who talking about product. അപ്പൊ അങ്ങനെയാണ് ഈ പറഞ്ഞ കേരള പ്രൊഡക്ഷൻ കമ്മ്യൂണിറ്റി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്ത്. Then we added some people we know. അവരെ പരിചയമുള്ള ആൾക്കാരെ ആഡ് ചെയ്തു, and it's all invite only. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റി. എവരിവൺ ഈസ് സൂപ്പർ ഗുഡ് അറ്റ് വാട്ട് ദേ ഡു. തിങ്ക് അബൌട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നതും നമുക്ക് അറിയാത്ത സാധനങ്ങൾ പഠിക്കുന്നതും വളരെ വളരെ വാല്യൂ ആഡാണത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മളാണെങ്കിലും കുറെ കാര്യങ്ങൾ സ്റ്റക്ക് ആവും. നമ്മൾ അവിടെ നിന്നാണ് ഞാൻ കാണാറുണ്ട്. ഇപ്പൊ ഡെയിലി ഒരാൾക്കാർ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കും വേറെ ആൾക്കാരത് ഹെൽപ്പ് ചെയ്യുന്നവരെ അവർക്ക് അറിയുന്ന രീതിയിൽ.